ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് 1 കിലോ ചിക്കനാണ്. ഇത് ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 ക്യൂബാണ് ചേർത്തത്. ഇനി ഇതിലേക്കൊരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ഏലക്കായും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റെഡ് കളറാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് മന്തി മസാല ആണ്. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മന്തി റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ചെമ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊറ്റിയെടുക്കുന്നതിനെ കൊണ്ട് ഇത്ര അളവെന്നൊന്നുമില്ല, ഏകദേശം ഒരു അളവിൽ വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ലെമൺ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളക്കുന്നതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം. റൈസിന് വേണ്ടി ബസുമതി റൈസാണ് എടുത്തു വെച്ചത്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കാം. നേരത്തെ നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച അരി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു 90% വേവ് വരുന്നവർക്കും ഒന്ന് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അരി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനിലുള്ള കുറച്ച് വെള്ളം നമുക്കിതിൽ മാറ്റി വെക്കാനുണ്ട്. അത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ചിക്കൻ്റെ മേലേക്ക് ഇനി കുറേശ്ശെയായിട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി റൈസിൻ്റെ മേലേക്ക് കുറച്ചായിട്ട് മന്തി മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ റൈസിനൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും റൈസ് ചേർത്ത് അതുപോലെ തന്നെ മന്തി മസാലയും കളറിങ്ങും പിന്നെ ചിക്കൻ്റെ വെള്ളവും ചേർത്ത് അതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം.
അപ്പോൾ ഏകദേശം റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് 5-6 പച്ചമുളക് ഇറക്കി വെക്കുക. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ ഒന്ന് നടു ചീന്തിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ റൈസിലേക്ക് നമ്മുടെ ആ എരിവ് ഇറങ്ങി ചെല്ലും. ഇനി ഒരു 15-20 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡിയായി വന്നിട്ടുണ്ട്. റൈസൊക്കെ നല്ല സെറ്റായി വന്നിരിക്കണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ക്ലിപ്പൊക്കെ കുറേ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ സോറി. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.